അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയെ തറവാട്ടിൽ നിന്ന് സ്റ്റാൻലിയുടെ ലൊക്കേഷനൊക്കെ കണ്ടെത്തിയിട്ട് സ്റ്റാൻലിയെ തെരഞ്ഞു പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമല വൈജോട് പറയുന്നുണ്ട്, കൊല്ലത്തുള്ള ഒരു പെണ്ണ് ബാലചന്ദ്രനൊപ്പം ദുബായിൽ വെച്ച് ജോലി ചെയ്യണത് അവർക്ക് രണ്ടാൾക്ക് ഉണ്ടായ മകളല്ലേ അലീന എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ രഞ്ജു പറയണ്ടേ അതല്ല സത്യം, ബാലചന്ദ്രൻ്റെ അങ്കിളുടെ മകളല്ല അലീന എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വൈജയ്ക്ക് ദേഷ്യം വന്നിട്ട് വേഗം ശിവനോട് പോയി ചോദിക്കേണ്ട. ആ സമയത്ത് ശിവൻ പറയുന്നുണ്ട്, അലീന ബാലചന്ദ്രൻ്റെ മോളല്ല എന്ന് നീ പറഞ്ഞു, അതാണ് സത്യം, നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ വൈജ പറയേണ്ടത് അതാണ് സത്യം, ബാലചന്ദ്രൻ്റെ മകളല്ല അലീന എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാ ബാലചന്ദ്രൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് അലീന അവിടെ കൊണ്ടുവന്ന് നമ്മുടെ തറവാട്ടിൽ താമസിപ്പിച്ച്, അത് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ശിവനൊന്നും പറയാൻ പറ്റണില്ല, ശിവൻ മുണ്ടാതെ നീട്ടിപ്പോണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ശിവൻ നേരെ ചെല്ലുന്നത് നമ്മുടെ കമലയുടെ റൂമിലേക്കാണ്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, രഞ്ജു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ ശിവൻ പറയുന്നുണ്ട്, എനിക്കും മനുവിന് അത് നേരത്തെ അറിയായിരുന്നു, പക്ഷെ ബാലചന്ദ്രൻ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ മിണ്ടാതെ ഇരുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കമല പറയുന്നുണ്ട്, ഓ മനുവിന് അപ്പം ഇതറിയായിരുന്നു അല്ലേ, ഇനി നിങ്ങളുടെ പൊന്നു പെങ്ങൾക്ക് വേണ്ടി എന്നോട് എന്തെങ്കിലും വാദിക്കാൻ വരി, അപ്പം പറയാം അതിൻ്റെ ബാക്കിയുള്ള മറുപടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവനോട് ദേഷ്യപ്പെട്ടു നമ്മുടെ കമല. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ രേവതിക്കുട്ടി നമ്മുടെ രോഹിത്തിനോട് പറയുന്നുണ്ട്, ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഇയാൾ മഹാമോശഡനാണെന്ന്, ഇപ്പോൾ ആ വിചാരം മാറിയെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ രോഹിത്. ഇപ്പം മാറി, ഇപ്പം ഇയാൾ ഭയങ്കര സ്മാർട്ടാണെന്ന് പറയുന്നത് നമ്മുടെ രോഹിത്തിനോട് രേവതിക്കുട്ടി. രോഹിത്തിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.